മുട്ട വെച്ചിട്ട് ദേ ഇതുപോലൊരു അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ ദേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ട കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയും കൂടെ എടുക്കുക. നല്ലവണ്ണം എണ്ണ ചൂടായിട്ട് നമ്മളിതിലേക്ക് ജീരകമാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അടച്ച് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ തക്കാളി അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റിൻ്റെ ആവശ്യമില്ല, കുറച്ച് കട്ടയൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും ഓരോ സ്പൂൺ വീതം ചേർക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതിന് മുന്നേ ആയിട്ട് ഇത്തിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട വേവിച്ച് അതിനെ പീസാക്കി വേണമെങ്കിലും ഈ ഒരു കറിയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് നമുക്ക് ഈ 3 മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. തീരെ ചെറിയ ചെറിയ പീസാക്കണം എന്നില്ല, അത്യാവശ്യം വലിയ പീസിൽ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. മുട്ട വേവാത്ത ഭാഗങ്ങളും കൂടി നമ്മളൊന്ന് കറക്കി ചുറ്റിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് സ്ക്രാമ്പിളാക്കി എടുക്കാം. ഇത്രയും വലിയ പീസായി കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേവിച്ച രീതിയിൽ മുട്ട റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാര്യം ഇതിലെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ചതച്ച മുളകും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുട്ട മാസ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പറ്റിയൊരു അടിപൊളി കറിയാണ്. എന്നും നമ്മൾ മുട്ടക്കറി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കട്ടോ.